അർജുനന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ക്രിയേറ്റഡ് ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ പറയാം. അവിടെ വെച്ചിട്ട് അർജുനനെ ഉത്തമനായ ഒരു പുരുഷനാക്കി മാറ്റാനും തന്റെ ലക്ഷ്യം, ഇവിടെ അർജുനൻ ജീവനാണ് എങ്കിൽ ഈ ജീവന് ഈ ജന്മം കൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് അറിയേണ്ടത് എന്താണ്? ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ഗീതയിൽ പറയും ഉത്തരേതാത്മനാത്മാനം, സ്വയം ഉയരുക വേണ്ടി. എക്സ്റ്റേണൽ ആയിട്ട് ഒരാൾക്ക് ഗൈഡ് ചെയ്യാനേ ആവും. ഇവൻ ഭഗവാൻ പോലും ഗൈഡ് ചെയ്തത് തൻ്റെ ഉള്ളിൽ നിന്നും താൻ ആർജിക്കുന്നതാണ്. അവിടെ തന്റെ സ്വത്വത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനമാവുന്ന കവചം ഭേദിക്കേണ്ടിയിരിക്കും. ഇങ്ങനെ ഭേദിക്കപ്പെടാനുള്ള ഒരു സാധ്യത അർജുനനുണ്ട്. അഥവാ അർജുനൻ അതിന് സർവദാ യോഗ്യത കൈവരിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് അർജുനെ കൊണ്ടുവന്നത്. എല്ലാ സംഘർഷങ്ങളുടെയും നടുവിലാണ് അവതാര പുരുഷനായ ഭഗവാൻ നിൽക്കുന്നത്. ജനിച്ചു വീണ ജനനത്തിന് മുമ്പ് തന്നെ സംഘർഷമാണ്. ജനിച്ചു കഴിഞ്ഞ് ജനന സ്ഥലത്ത് നിന്ന് കാരാഗൃഹത്തിൽ ജനിക്കുന്നു, കാരാഗൃഹത്തിൽ നിന്ന് മറ്റൊരു ഗൃഹത്തിൽ പോകുന്നു. എന്നിട്ട് ബാല്യകാലത്ത് നേരിട്ട ആസുരികമായ ശക്തികളെ ഒക്കെ തകർക്കുന്നു. നമുക്കറിയാം കാളിയ മർദ്ദനം ഉൾപ്പെടെയുള്ളവർ ഭഗവാൻ ആടി. ഇതെല്ലാം വളരെ സിംബോളിക്കും കൂടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കംസനെ തന്നെ വധിക്കും. ആ കംസ നിഗ്രഹത്തിന് മുന്നോടിയായിട്ടും പലരെയും വധിപ്പിക്കും. കംസനെ വധിക്കും. ഈ കംസ നിഗ്രഹത്തെ തുടർന്ന് ഈ രാജ്യത്ത് വന്ന കൃഷ്ണൻ തന്റെ മുത്തച്ഛനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണനാണ് അവിടുത്തെ മുഖ്യ യാദവ്. അവിടേക്കാണ് ജരാസന്ധൻ 17 തവണ 23 അക്ഷൗണി സേനയുമായിട്ട് യുദ്ധം ആരംഭിച്ചു. 17 തവണത്തെ അറ്റാക്കാണ്. സാമാന്യമായിട്ട് ആ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ കംസന്റെ നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച ഭഗവാൻ വാസ്തവത്തിൽ യുദ്ധങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ്. അങ്ങനെ ഒന്നും ഇടിയാതെ സംഘർഷങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ തൻ്റെ സഖാവായിരിക്കുന്ന ആത്മമിത്രമായിരിക്കുന്ന അർജുനനോട് ഒത്ത് ഈ യുദ്ധഭൂമിയിലേക്ക് വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് തോന്നുകയും ഭഗവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കരുതി തന്നെയാണല്ലോ ഈ ആചാര്യന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അല്ലെങ്കിൽ എത്രയോ ഭാഗമുണ്ട് എവിടെങ്കിലും ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൻ്റേത് എന്ന് പറഞ്ഞു ഈ നിൽക്കുന്നവർ. എനിക്ക് ഈ കുരുവംശത്തെ കാണാൻ പറഞ്ഞപ്പോൾ ഇതിൽ രണ്ടുപേരും ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഇരുപക്ഷത്ത് നിൽക്കുന്നവരും കുരുവംശക്കാർ. എന്നിട്ട് അവിടെ കണ്ട ബന്ധുക്കളെ കുറിച്ച് ഓർത്തുള്ള വ്യാകുലത. ഇവിടെ യുദ്ധോത്സുകനായി വന്ന അർജുനൻ ഇനി ഒരു ഫിലോസഫർ എന്ന വ്യാജേന, വാസ്തവത്തിൽ ഫിലോസഫർ ഒന്നും അല്ല. അദ്ദേഹത്തിന് ഇണങ്ങുന്ന ഒരു കുപ്പായമല്ല ഇപ്പോഴും. അദ്ദേഹത്തിന്റെ ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് തന്നെ, അധർമ്മികളെ നേരിടുക എന്നുള്ളത് തന്നെ. പക്ഷെ ആ ഉത്തരവാദത്തിൽ നിന്നും ഒന്നും മാറി ചിന്തിക്കത്തക്ക വിധത്തിൽ അർജുനെ കൊണ്ടെത്തിക്കുന്നത് ഒരു സംഭ്രമത്തിന്റെ അവസ്ഥയാണ്. അവിടെ മനസ്സും ശരീരവും ബുദ്ധിയും മരവിച്ചു. ഇതൊരു വൈകാരിക വിക്ഷോഭം. മനസ്സിന്റെ മുകളിൽ ബുദ്ധിക്ക് അധീനത നേടാൻ കഴിഞ്ഞു. അടിമപ്പെട്ടു, ബുദ്ധിയും കൂടി അടിമപ്പെട്ടു.
ആ അടിമപ്പെടൽ ഗാന്ധീവൻ കൊണ്ടുവന്നത് യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ, ഈ ഭീഷ്മാചാര്യൻ ഉൾപ്പെടെ, അധർമ്മിക്ക് കൂട്ടു നിൽക്കുന്നവരെ അധർമ്മി എന്നാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അധർമ്മി തന്നെയാണ്. ക്രിമിനലിന് പിന്തുണ കൊടുക്കുന്നവന്മാർ ക്രിമിനൽസാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന ആയുധം തന്നെ യോദ്ധാവിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകും. കണ്ണിൽ ഇരുട്ട് കയറുന്നു, തൊണ്ട വരളുന്നു, തൊലിയെല്ലാം പറ്റി വരണ്ടു, മനസ്സ് കറങ്ങുന്നു, ചേർത്തട്ടിൽ തളർന്നിരിക്കും. ഒരു യോദ്ധാവിനെ ഈ അവസ്ഥയിൽ കാണുക, ഒരുപക്ഷെ അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഈ രംഗത്തെ കാണാവുന്നത്. ഇവിടെയാണ് ഭഗവാൻ ഒരു നല്ല ലിസണറാണ്. ഭഗവാൻ ഇവിടെ എങ്ങും ഇടയ്ക്ക് കയറി ഒന്നും പറയുന്നു. നിന്റെ കുരുവംശക്കാരെ കണ്ടു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഇനി അങ്ങോട്ട് പറയുന്നതെല്ലാം അർജുനൻ. ഈ അധ്യായം തീരുന്നവരെ അർജുനൻ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ നമ്മൾ ഈശ്വരനോട് സംസാരിക്കുന്നതിനെ പ്രയർ എന്ന് പറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഈശ്വരൻ കേട്ടുകൊണ്ടിരിക്കും. തിരിച്ച് ഈശ്വരൻ നമ്മളോട് പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന സമയം അതിന് പ്രയർ എന്നല്ല, അതിന് മെഡിറ്റേഷൻ എന്നാണ്. അപ്പൊ ഇവിടെ പ്രയർ ആണ്, എല്ലാം അങ്ങോട്ട് പറയുകയാണ്. പക്ഷെ ഇവിടെ പറയുമ്പോഴേ ഭഗവാനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അർജുനൻ, പക്ഷെ അജ്ഞാനത്തിന്റെ വികാര വിവശനായതുകൊണ്ട് അജ്ഞാനത്തിന്റെ ഒരു പുകപടലത്തിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് പറയുന്നതൊക്കെ പ്രജ്ഞാവാദാംശ ഭാഷ, ഒരു വിജ്ഞാനിയെ പോലെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയാണ്. ആദ്യത്തേതാണ് ദ ലെയിം എക്സ്ക്യൂസസ്, മുടന്തൻ ന്യായങ്ങളുടെ ഒരു 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 പരമ്പര, സീരീസ് ഓഫ് ന്യായങ്ങളാണ്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവി. നിമിത്താനി, നിമിത്തങ്ങളൊക്കെ ഭഗവാനെ ഇതാ വിപരീതമായിരിക്കും. നിമിത്തമൊക്കെ നോക്കുക എന്ന് പറയുന്നത് ശകലം നോക്കുക, ഭാഗ്യാന്വേഷികളുടെ ഒരു ലക്ഷണമാണ്. ഒരു യോദ്ധാവിനിണങ്ങുന്നതല്ല. ആശുപത്രിയിൽ ഒരു എമർജൻസി കേസിന് പോകാൻ പോകുന്ന ഡോക്ടർ പൂച്ച കുറുക്കിയാടി എന്ന് പറഞ്ഞ് മടങ്ങി പോരാൻ പറ്റും ഇല്ല. അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം രോഗിയെ പരിചരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അതൊന്നും ബാധകമല്ല. ഒരു യോദ്ധാവിന് ഇത് ബാധകം. എവിടൊക്കെയാണോ സ്വകർമ്മ അനുഷ്ഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന അയാൾക്ക് ഈ നിമിത്തമേ ബാധകമല്ല. ഇവിടെ ഒരു അല്പജ്ഞാനിയെ പോലും വളരെ അപരിഷ്കൃതമെന്ന് തോന്നാവുന്ന ഒരു നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ. ഇവിടെ കേശവ ഭഗവാനെയാണ് അഡ്രസ് ചെയ്യുന്നത്. നിമിത്തങ്ങളൊക്കെ ഇവിടെ മോശമായി കാണും. ഇതിനാണോ ഈ ഭഗവാനെ ദൂതയച്ച് തെറ്റു അങ്ങേയറ്റം സൂര്യ കുത്താൻ പോലും സ്ഥലം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അനിവാര്യമായ യുദ്ധത്തെ എല്ലാ ആയുധങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് ഭഗവാൻ തേർന്നെളിച്ച് വരുമ്പോഴേ അന്ന് ഈ നിമിത്തത്തെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇവിടെ വെച്ച് ഒരു പിന്മാറാനുള്ള അതീവമായ അഥവാ മനസ്സ് പിന്തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു ഉൾപ്രേരണ, വികാര വികസനായി. ഇത് തന്നെയാണ് വിഷാദം. അവിടെ കേശവ എന്ന് പറഞ്ഞത് കേശി എന്ന അസുരനെ അങ്ങ് നിഗ്രഹിച്ചവനാണ്. അങ്ങനെയാണ് ഭഗവാന് കേശവ എന്ന പേര്. കേശി എന്ന ഹൈലി നെഗറ്റീവായ ഒരാളെ നിഗ്രഹിച്ചു. അവൻ ലോകത്തിലെ അധർമ്മിയായി. ആ അധർമ്മിയെ നിഗ്രഹിച്ച ധർമ്മത്തെ സ്ഥാപിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ വിളിച്ചിട്ട് കേശവ എന്ന് ചേർത്ത് പറയുന്നത്. അങ്ങനെയാണ് അഡ്രസ് ചെയ്തത്. അത് ശ്രേയോന് പശ്യാമി തത്വ സ്വജനമാണ്. ഒരു തരത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇത് സ്വജനങ്ങളെയാണ് നമ്മൾ സ്വജനം, ഇവിടെ വീണ്ടും സ്വജനത്തെ
സ്വജനത്തെയാണ് ഇവിടെ നമ്മളെ ഇല്ലാതാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കൊല്ലാൻ. ഈ സ്വജനങ്ങളെ കൊന്നിട്ട് എന്ത് ശ്രേയസ് ഉണ്ടാവാനാണ്? ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഈ സ്വജനങ്ങളെ കൊന്നിട്ട് ഒരു ശ്രേയസ് നേടാനില്ല കേശവ എന്ന് പറയുകയാണ് ഭഗവാനോടാണ്. ഇവിടെ ഈ അജ്ഞാനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ, അതാണ് ഏവം ദുർലഭ്യ വസ്തുനവി, അത് ഹസ്തലത്തിൽ കൈ വെള്ളയിൽ കിട്ടിയ ബ്രഹ്മത്തെ അറിയാതെ പോകും. തൊട്ട് മുമ്പിലിരിക്കുന്ന സാരഥിയായ നമ്മുടെ ഉള്ളിലുള്ള പരമാർത്ഥ ചൈതന്യത്തെ അറിയാതെ അജ്ഞാനത്തിൽ ഗുണങ്ങളാൽ ഗുണാധിഷ്ഠമായ ഒരു മനസ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ള ഭഗവാനെ വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ വളരെ വ്യക്തമായി നോക്കിയാൽ അർജുനന്റെ മനോഗതിയാണ് ഇവിടെ മാറിയത്. അപ്പോൾ നമ്മുടെ മനോഗതിക്ക് അനുസരിച്ചാണ് ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നത്. യത് ഭാവം തത്വം, എന്താണോ നമ്മുടെ ഭാവം, നമ്മുടെ മനസ്സിന്റെ ഭാവം, അതനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ പരിണാമവും സംഭവിക്കും. അൾട്ടിമേറ്റ് റിസൾട്ട് പ്യൂർലി ബേസ്ഡ് ഓൺ അവർ മൈൻഡ് സെറ്റ്, അല്ല വേറൊന്നും അല്ല. അപ്പൊ അത് മാത്രമാണ് ഈ റിസൾട്ട് പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും ജയമാവുന്നതും പരാജയമാവുന്നതും മൈൻഡ് സെറ്റ് തന്നെയാണ്. മനസ്സും ബുദ്ധിയും ശരീരവും ഒരുപോലെ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ വിജയം. ഇതിവിടെ പതറിപ്പോകും, പലതും പല വഴിക്കായി. മനസ്സ് തന്നെ തിരിഞ്ഞു, സ്വാഭാവികമായിട്ട് ബുദ്ധി തിരിഞ്ഞു, വികാരത്തിലാണ്, ബുദ്ധി തന്നെ മന്ദീഭവിച്ചു. അപ്പോൾ ഈ മനോഗതിക്കനുസരിച്ച് പരാജയം അല്ല എങ്കിൽ പോലും ഒരു ന്യായവാദം, ഒരു മുട്ടു ന്യായമാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്, നല്ലതും ചീത്തയും, അതായത് നല്ല ശകനമെന്നും ദുശകനമെന്നും കാണപ്പെടുന്നത് നമ്മുടെ മനസ്സിന്റെ ഭാവത്തിൽ. അല്ലെങ്കിൽ ഇങ്ങനൊരു വിവേചനം ഉണ്ടാകും. നല്ലതാണെന്ന് വിചാരിച്ചാൽ നല്ലത്. അതുകൊണ്ട് ഇത് നമ്മുടെ സൃഷ്ടിയാണ്, അവർ ഓൺ ക്രിയേഷനാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഡെസ്റ്റിനിയാണ് നമ്മുടെ ക്രിയേഷൻ. ഇവിടെ ഇങ്ങനെ പതറി നിൽക്കുന്ന അർജുനനെ കാണിച്ചുകൊണ്ട് ഭഗവാൻ വാസ്തവത്തിൽ ഈ അർജുനന്റെ സൈഡിൽ, അങ്ങനെ ചിന്തിച്ചാലും നല്ലതാണ്, അർജുനൻ ഇരിക്കുന്ന തൊട്ടടുത്ത് നമുക്ക് ഒരു സീറ്റ് തന്നിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പ്യൂർലി നമുക്കും 100% ആപ്ലിക്കബിൾ. ഈ ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് അതിന്റെ ലക്ഷ്യത്തെ നേടണം എന്നുണ്ടെങ്കിൽ ഈ ഗീതയിലൂടെ കടന്നു. ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിലൊന്നും അതായിരുന്നു. ക്രമാനുഗതമായിട്ട് ഗീത നമ്മളോട് പറയുന്നത് ഈ പരിമിതമായ തലത്തിൽ നിൽക്കുന്ന മനുഷ്യനല്ല, വാസ്തവത്തിൽ അപരിമിതമായ ബ്രഹ്മം എന്ന വസ്തു തന്നെയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്, ആത്മാനുഭവം, അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലെ ഓരോ അധ്യായവും സഹായിക്കും. ഇവിടെ കലുഷിതമായ അവസ്ഥയിൽ ഇരിക്കുന്ന അർജുനൻ പറഞ്ഞു തുടങ്ങിയത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ധീരന്മാരായിട്ടുള്ള ആൾക്കാർ ബാഹ്യ ലക്ഷണങ്ങളെ ഒന്നും അംഗീകരിക്കുന്നില്ല. പുറമേ കാണുന്ന കാര്യങ്ങളൊന്നും എന്റെ പ്രവൃത്തിക്ക് തടസ്സമായിട്ട് കാണുന്നില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ആണ്. ഒരാൾ ജോലി കിട്ടാനായിട്ട് ഒരു ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂവിന് പോകുന്നു. മഴ പെയ്യുന്നു, ഒരു നല്ല മഴ പെയ്യുന്നു. അയാളൊരു കുട എടുക്കുന്നു, ബസ് പിടിക്കുന്നു, അല്ലെങ്കിൽ ടാക്സി കയറി പോകുന്നു. അയാള് ഇന്റർവ്യൂവിന്റെ സ്ഥലത്ത് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യും. അയാൾക്ക് ജോലി കിട്ടുന്നു. ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതിലും ചെറിയൊരു മഴ വന്നാൽ അയാൾ ഈ മഴയെ ഒരു തടസ്സമായിട്ട് കാണുന്നു. അയാൾ ഒരു കാഷ്വൽ പോകും. അപ്പോൾ ചെറിയൊരു മഴ അയാൾക്ക് ഉദ്യോഗം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ജോലി ചെയ്യുക എന്നുള്ളത് അയാളുടെ ലക്ഷ്യമല്ലാത്തത് ഈ മഴ അയാൾക്ക്
ഒരു തടസ്സമായിട്ട് അയാൾക്ക് തോന്നി. നേരെ മറിച്ച് ജോലി കിട്ടുക എന്നത് അയാളുടെ പരമമായ ലക്ഷ്യമായതുകൊണ്ട് ഈ വലിയ മഴ പോലും അയാൾക്ക് തടസ്സമായിരുന്നു. ഇവിടെ അർജുനൻ വളരെ നിസ്സാരമായ ഏതോ കിളി അരഞ്ഞതോ അങ്ങനെ എന്തോ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും അത്ര നല്ല നിമിത്തങ്ങളല്ല എന്ന്. ഇവിടെ ആ ക്ഷാത്ര വീര്യത്തിന്റെ അർജുനെ പോലത്തെ ഒരു യോദ്ധാവിന്റെ, അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഗുഡാകേശൻ, അതായത് നിദ്ര അണ്ടർ കൺട്രോൾ. എനിക്ക് ഉറങ്ങണമെന്നുള്ളപ്പോ ഉറങ്ങും, ആവശ്യത്തിന് ഉറങ്ങും, പക്ഷെ ഉറക്കത്തിന് വിധേയനല്ല, തനിക്ക് വിധേയമാണ് ഉറക്കം. അതാണ്, അത്രയും കൺട്രോൾ ഉള്ള ആളാണ് ഈ ഗുഡാകേശനാണ് പറയുന്ന അർജുനൻ. കാരണം അദ്ദേഹം അനേകം തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഈ സ്വജനം എന്ന തോന്നൽ, ബന്ധുത്വം എന്ന തോന്നൽ അദ്ദേഹത്തെ മുഖ്യധർമ്മത്തിൽ നിന്നും അകറ്റിയിട്ട് ഗൗണധർമ്മത്തിലാണ് പിടിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മള് ഈ ധർമ്മത്തിന് രണ്ട് വകഭേദങ്ങളുണ്ടെന്നും, ഒന്ന് മുഖ്യധർമ്മമെന്നും രണ്ട് ഗൗണധർമ്മം. ഇവിടെ യോദ്ധാവിന്റെ മുഖ്യധർമ്മം യുദ്ധം ചെയ്യുകയാണ്. ഈ ബന്ധുത്വത്തെ കുറിച്ച് ആലോചിക്കുന്നതൊക്കെ ഗൗണധർമ്മത്തിൽ പെട്ടതാണ്. ഒരു ആചാര്യനെ എതിരെ അമ്പെയ്യാമോ, അല്ലെങ്കിൽ പിതാമഹന് നേരെ അങ്ങനെ യുദ്ധം ചെയ്യാമോ, ഇതൊന്നും അദ്ദേഹം നേരത്തെ ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാനാവും. ഇതൊക്കെ ആലോചിച്ചാണ്. ഇതൊരു വൈകാരിക വിക്ഷോഭം. ആരൊക്കെയാണോ വികാരത്തിന് അടിമപ്പെട്ടത് അവരൊക്കെ വിഷാദാവസ്ഥ. ഇവിടെ വിഷാദം യോഗമായി പരിവർത്തനം ചെയ്യുന്നു. ഈ വിഷാദത്തിലൂടെ ഭഗവാൻ അദ്ദേഹത്തെ പാകം ചെയ്ത് എടുക്കുകയാണ്, അല്ലെങ്കിൽ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 32ാമത് ശ്ലോകത്തില് ന കാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച്ച ചിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗയ ജീവിതേനവ. വലിയ കൃഷ്ണ, ഈ വിജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ധർമ്മത്തെ രക്ഷിക്കാനാണ് നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, എനിക്കൊരു വിജയം വേണ്ട, രാജ്യം വേണ്ട, സമ്പത്ത് വേണ്ട, സുഖങ്ങളും ആകട്ടെ, അല്ലയോ ഗോവിന്ദ എന്ന് തന്നെ വിളിച്ചിട്ട് അങ്ങനെ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതത്തെ കൊണ്ട് തന്നെ, ഈ ജീവിതം കൊണ്ട് തന്നെ എന്ത് പ്രയോജനമാണ് എന്ന് വരെ അർജുനൻ ചിന്തിക്കുന്നു. തങ്ങൾക്ക് അർഹമായ അർദ്ധരാജ്യം പുനഃസ്ഥാപിച്ച് കിട്ടാനായിട്ടുള്ള നീക്കമാണ് ഈ നടന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ പറയുന്നു, ഇതിന്റെ ഒന്നും ഒരു കാര്യം, ഈ രാജ്യമോ സമ്പത്തോ സുഖമോ ഒന്നും നേടിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അർജുനന്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ വാദം. അത്രയേ ഉള്ളൂ, ഇപ്പോഴത്തെ വാദമാണ്. വിജയം വേണ്ട, സുഖം വേണ്ട, ഇതൊരു ധർമ്മബുദ്ധിയിലെ വൈകല്യമാണ്, ഇതൊരു ഡിസോർഡറാണ്. ശരിക്കും ഇതൊരു ഡിസോർഡറാണ്. അതായത് വികാരം വരുമ്പോഴ് മനുഷ്യന്റെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ്. അപ്പൊ നമ്മള് ഗീതയിൽ ഇനി വരുന്ന ശ്ലോകങ്ങള് ഇത് ആവർത്തിച്ച് പറയും. ക്രോധാത്ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് തമസ്സോ. സർവം തകർക്കാൻ ഈ വൈകാരിക വിക്ഷോഭം മാത്രം. വെറുതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പശ്ചാത്തപിക്കാനേ പറ്റും. ആ പശ്ചാത്താപം കൊണ്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും. ഇവിടെയും അത് തന്നെയാണ്. തീർത്തും അർജുനന്റെ അവസ്ഥ നമ്മളുടെ അവസ്ഥ തന്നെയാണ്. അർജുനന്റെ ഉള്ളിലുള്ള ചിന്തകളെ മുഴുവൻ ടോട്ടലി അത് പുറത്തേക്ക് സ്ക്യൂസ് ചെയ്ത് പുറത്തെടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അകത്തുള്ള മുഴുവൻ പുറത്ത് കളഞ്ഞിട്ട് വേണം വീട്. ഇത് അതിനുള്ള സിറ്റുവേഷന്റെ ക്രിയേഷൻ ഇവിടെ വെച്ചിട്ട്
അർജുനന്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എലിമെന്റ്സ് അതിങ്ങനെ മൂടി നിൽക്കുകയാണ്. ഈ പാരമാർത്ഥികമായ സത്യം, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, അത് അറിയാതെ മങ്ങലേറ്റിരിക്കുന്നത് ഇത്തരത്തിലുള്ള അജ്ഞാനത്തിന്റെ കപടമുണ്ട്. അജ്ഞാനിയായതുകൊണ്ട് വികാര വ്യവസ്ഥ അത് 1 by 1 ആയിട്ട് എലിമിനേഷൻ ആണ്. നമ്മൾ സാധാരണ വാക്സിനേഷൻ ഒക്കെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കിടന്ന് കുറെ വേലകളൊക്കെ കാണും, ഓടാൻ നോക്കും. സ്കൂളിലെ ആദ്യത്തെ ദിനത്തിൽ കുട്ടികൾ തിരികെ ഓടും. ചിലപ്പോ ഇത് നോക്കിയേക്കും, സാർമാരുടെ ഇഷ്ടത്തെ നോക്കി കുറെ ഓടത്തും. കുറച്ച് കഴിഞ്ഞിട്ട് അവനെ സൗകര്യപൂർവ്വം വിളിച്ച് ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഈ ശ്ലോകങ്ങളെല്ലാം ഏകദേശം അർജുനന്റെ ഉള്ളിലുള്ള ചില അദ്ദേഹത്തിൽ ഇപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്ന ചില റെസിഡുവലായിട്ട് കിടന്നിരുന്ന ചിലതൊക്കെ പുറത്തേക്കുള്ള വരമാണ്. ഭഗവാൻ അങ്ങനെ ഒരു ചെറിയ മന്ദഹാസത്തോടു കൂടി തല തിരിച്ച് ഈ അർജുനെ നോക്കുക. അർജുനൻ സർവ്വതിനും സാക്ഷിയായി നിൽക്കുന്ന സർവജ്ഞാനിയായ ഭഗവാനോട് ഇങ്ങനെ ചില ന്യായവാദങ്ങൾ പുറപ്പെടുവിക്കും. 33ാമത് ശ്ലോകത്തില് യേശാമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിച്ച തയമേ അവസ്ഥിതായുദ്ധേ പ്രാണാം തെക്വാ ധനാനി. ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാജ്യവും സമ്പത്തും? ആർക്ക്? ഈ ഭോഗങ്ങളും സുഖങ്ങളും ഒക്കെ നമ്മൾ ഈ കുരുതി കൊടുത്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? പക്ഷെ അവരൊക്കെ ഇവിടെ ഇതാ കുരുതി കൊടുക്കപ്പെടാൻ വിധേയരായി വന്നു. അതായത് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയല്ലേ? അവരെ തന്നെയല്ലേ കൊല്ലേണ്ടത്? ഈ യുദ്ധത്തിന്റെ പരിണാമഗുപ്തി, അതിന്റെ റിസൾട്ട് സർവനാശമല്ലേ എന്ന് പറയുക. അതുകൊണ്ട് ഇതൊന്നും നേടിയിട്ട് ഒരു കാര്യമില്ല. ഇത് നേടി അനുഭവിക്കേണ്ടവര് നമ്മുടെ ബന്ധുക്കളാണ്. പക്ഷെ അവരെയൊക്കെ തന്നെ ഇവിടെ കൊലയ്ക്ക് കൊടുക്കണം. അല്ലെ കൊല്ലുകയോ കൊലയ്ക്കുകയോ. ഇപ്പൊ എന്റെ കൂടെ ഉള്ളവരെ കൊലയ്ക്ക് കൊടുക്കുകയോ വിരോധത്തിന്റെ കൂടെ ഉള്ളവരെ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ നേടിയെടുത്താലും അനുഭവിക്കാൻ ആരാവണം എന്ന് അനന്തർ മറ്റൊരു സത്യചിന്താപരമായിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഒരു യുദ്ധത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ഭഗവത്ഗീത യുദ്ധത്തെ സഹായിക്കുന്ന ഗ്രന്ഥമാണോ, അല്ലെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണോ, അതോ യുദ്ധത്തിൽ നിന്നും പിന്തിരിയണമെന്ന് പറയുന്ന ഗ്രന്ഥമാണോ, അതോ യുദ്ധം ആവശ്യമില്ല എന്ന് പറയുന്ന ഗ്രന്ഥമാണ്? ഇതൊരു ചർച്ചാ വിഷയമാണ്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പറയാം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗീതയെ കുറിച്ച് സാമാന്യമായ ധാരണ പോലും ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഇതിലെ ഓരോരോ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും ഇതാണ് ശരിക്കും യുദ്ധം എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. ഈ യുദ്ധത്തിന് കാരണക്കാരായിട്ട് വന്നവരാരൊക്കെയാണ്? എന്തുകൊണ്ട് യുദ്ധം? ആ യുദ്ധത്തിൽ വിജയപരാജയങ്ങളെ കുറിച്ച് ചിന്തിച്ചവരാരൊക്കെയാണ്? ആ രണ്ടു കൂട്ടരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ യുദ്ധമേ വേണ്ട എന്ന് പറയുന്ന ആളിനെ കണ്ടു, അർജുനൻ. ഈ പ്രത്യേക ഒരു അവസ്ഥയിലാണ് അർജുനൻ ഈ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞത്. എനിക്ക് ഇതുകൊണ്ടൊന്നും ഒരു അർത്ഥമില്ല, ഇതുകൊണ്ടൊന്നും നേടാനുമില്ല. പരമ ആദരണീയമെന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ വളരെ മഹത്തായതെന്ന് തോന്നുന്ന ചില തത്വങ്ങളെയാണ് ഇവിടെ അർജുനൻ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധത്തിനെതിരെയുള്ള ഒരു യുദ്ധത്തിന്റെ മീനിങ്ലെസ് ആണ് യുദ്ധം. യുദ്ധം ഒഴിവാക്കപ്പെടേണ്ടതാണ്. വാർ ആൻഡ് പീസ്, വാർ ഓർ പീസ് എന്ന് എടുക്കാറ്. യുദ്ധമാണോ സമാധാനമാണോ വേണ്ടത്? നമുക്ക് ചിന്തിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഗ്രന്ഥമാണ്. നിനക്ക് യുദ്ധമാണോ അതോ സമാധാനമാണോ? യുദ്ധം വേണ്ടി വരുന്നത് എപ്പോഴാണ്? സമാധാനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് രണ്ടും ഇതിൽ കൃത്യമായി
അതിനി വരുന്ന അധ്യായങ്ങളിൽ വളരെ വ്യക്തമാവുകയും ചെയ്യും. അപ്പൊ സമ്മൂഢമായ അവസ്ഥയിൽ നിന്നുകൊണ്ട്, അതായത് ഒരു സംഘർഷഭരിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അർജുനനിൽ നിന്ന് വന്ന വാക്യങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ അർജുനനിൽ നിന്ന് വമിക്കുന്ന ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു സംഘർഷപരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നു. അതിന് വേറെ തത്വചിന്തയ്ക്കൊന്നും അതിനകത്ത് യാതൊരു പഴുതില്ല എന്നും അർത്ഥമാണ്. ശാസ്ത്രധർമ്മത്തിനനുസരിച്ച്, ഒരു പോരാളിയുടെ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്ന അർജുനൻ അവിടെ പിന്തിരിയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 34ാമത് ശ്ലോകത്തില് അദ്ദേഹം വീണ്ടും ആദ്യം പറഞ്ഞ പോലെ ആചാര്യ പിതര പുത്ര സദൈവ പിതാമഹ മാതുല ശിശിര പൗത്ര ശാല സംബന്ധിനസ്പത, ഈ പറഞ്ഞ ബന്ധുക്കളാണ് ആചാര്യന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, മരുമക്കൾ, അമ്മാവന്മാര്, ഭാര്യാപിതാക്കന്മാര് തുടങ്ങി ഇവരെല്ലാം യുദ്ധത്തിൽ വന്ന് നിലകൊള്ളുന്നു. ഇതൊക്കെ ആശങ്കയാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോകിംനു മഹീകൃതേ. ഹേ മധുസൂദന, എനിക്ക് 3 ലോകങ്ങളുടെയും രാജപദം, 3 ലോകങ്ങളുടെയും ചക്രവർത്തിയായിട്ട് എനിക്ക് എന്നെ ഇരുത്താമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ യുദ്ധത്തിന് തയ്യാറാണ്. ഇവിടെ ഏതോ ഒരു മഹത്വത്തിന് വേണ്ടിയാണോ യുദ്ധം, അതോ ധർമ്മത്തെ രക്ഷിക്കാൻ? ഇവിടെ ധർമ്മത്തെ അങ്ങോട്ട് വ്യക്തമായി അർജുനന് മനസ്സിലാവാതെ പോകുന്നു. നമുക്ക് സംശയം വരും. അർജുനോട് പറഞ്ഞു, ഈ 3 ലോകങ്ങളുടെ ആത്മനാക്കിയ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമില്ല. മധുസൂദന, വീണ്ടും ഭഗവാനെ മധുസൂദൻ എന്ന് വിളിക്കുന്നു. മധുകേടപ്പൻ, മധു എന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിച്ചു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അത് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് ഈ രക്തക്കറ പുരണ്ട ചില മാർഗത്തിലൊക്കെ ഇടാം. എനിക്ക് ഈ രക്തക്കറ പുരണ്ട, ബന്ധുക്കളുടെ രക്തക്കറ പുരണ്ട ഒരു അധികാര സ്ഥാനങ്ങളും ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം സ്ഥാപിക്കുന്നു. അപ്പം ഈ മമത്വം അങ്ങനെ കേറി പോകുമ്പോൾ അതിങ്ങനെ അപ്വേർഡ് ട്രെൻഡാണ്. ഒരു അപ്വേർഡ് ട്രെൻഡായിട്ട് മുകളിലോട്ട് ആരോ കയറിക്കൊണ്ടിരിക്കുക, മമത്വ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ഇത്തരത്തിലുള്ള ഫിലോസഫികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ധർമ്മ ബുദ്ധി, ആ ധർമ്മിക് മേൽ ഉള്ള ഇന്റലക്ച്വൽ പവർ അത് റിവേഴ്സിലാണ്, താഴോട്ടാണ്. ഒരു ഡിക്ലൈൻ, താഴോട്ട് ഡൗൺവേർഡ് ട്രെൻഡാണത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും താൻ യുദ്ധം ചെയ്യില്ല എന്ന് തന്നെ അർജുനൻ ഇവിടെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. ഭഗവാന്റെ ലക്ഷ്യം വേണ്ടത് ഇവിടെ യുദ്ധത്തിന് സാരഥിയായിട്ട് ഭഗവാനെ ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് അത് മൊത്തം അറിയാം. എങ്കിലും ആ ഭഗവാനോട് പറഞ്ഞ് ആ യുദ്ധമേ ചെയ്യാൻ തരാം, എന്നെ എന്ത് തരാ, എന്നെ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തന്നാലും എന്നൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞു. എനിക്ക് 3 ലോകങ്ങൾ എഴുതി തന്നാൽ എനിക്ക് വേണം. 36ാമത് ശ്ലോകത്തില് നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാപ്രേതിസ്യാ ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാൻ ആതതായിന. അല്ലയോ ജനാർദ്ദന എന്നാണ് ഇവിടെ പറയുന്നത്. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാപ്രേതിസ്യാ ജനാർദ്ദന. ഭഗവാന് മറ്റൊരു പര്യായമാണ്. ജനങ്ങളെല്ലാം അങ്ങയുടെ അടുത്താണ് വന്ന് ആർത്തരായിട്ട് അങ്ങനെയാണ് അഭയം പറയുന്നത്. ജനാർദ്ദന, ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട്, അതായത് ധാർത്തരാഷ്ട്രന്മാർ അത് ആദതായികളാണെങ്കിലും, അതായത് ആദതായികൾ എന്നുള്ള വാക്കാണ് നമ്മള് ഇന്ന് ശ്രദ്ധേയമായ ഒരു വാക്ക്. സത്വൈതാൻ ആദതായിന, ആദതായിനികളാണെങ്കിൽ പോലും നമുക്ക് അവരെ കൊന്നാൽ പാപമേ ഉണ്ടാവും എന്നാ പറഞ്ഞു. അത് ഇദ്ദേഹം സ്മൃതിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് പ്രമാണമനുസരിച്ച് ആദതായിനികളെ നമുക്ക് നേർക്ക് നേർ വന്നാൽ കൊല്ലാം. ആരാണ് ഈ ആദതായികൾ? ആദതായികളെ കൊന്നാൽ പോലും പാപം വരുമെന്നാണ് ഇവിടെ അർജുനന്റെ ഒരു പുതിയ തത്വം.
അത് നിലവിലുള്ള തത്വത്തിനെതിരാണ്. ആദതായികളെ കൊന്നാൽ പാപമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള അന്നത്തെ തത്വം, നിയമം. ഈ ആദതായികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒരാളെ തീ വെച്ച് കൊല്ലുക, അതായത് ഒരാൾ ഉറങ്ങുമ്പോഴേ ആ വീടിന് തീ വെക്കുന്നവൻ ആദതായികളാണ്. ആഹാരത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലുന്നവൻ ആദതായിയാണ്. ആയുധം പേര് നടക്കുന്നവൻ, ഒരാളെ കൊല്ലാൻ വേണ്ടി ആയുധവുമായിട്ട് നടക്കും, അവൻ ആദതായിയാണ്. ധനം, പണം മോഷ്ടിക്കുന്നവൻ ആദതായിയാണ്. ഭൂമി അപഹരിക്കുന്നവൻ ആദതായിയാണ്. ഭാര്യയെ അപഹരിക്കുന്നവൻ ആദതായി, ഭാര്യയെ അവഹേളിക്കുന്നവൻ ആദതായി. അപ്പൊ ഇത്തരം ഉള്ള ആൾക്കാരുടെ ഒന്നിച്ചൊരു പേരാണ് ആദതായി. അങ്ങനെ ആരെങ്കിലും ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അടിച്ചു നോക്കണം. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു ആദതായി എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ഗണത്തിലൊക്കെ പെടുന്നവന്മാർക്കുള്ള ഒറ്റ വാക്ക്. ഇവിടെ ദുര്യോധനാദികളെ നോക്കിയാൽ ഭീമന് വിഷം കൊടുത്തിട്ടുണ്ട്, ഭീമനെ നീചമായി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അരക്കല്ലത്തിലിട്ട് പാണ്ഡവരെ ഒന്നാകെ ചുട്ടു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തിട്ടുണ്ട്, അവളെ മോഷ്ടിക്ക് അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടങ്ങി ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസ്, ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇതെല്ലാം നെഗറ്റീവ് ക്വാളിഫിക്കേഷൻസ് മുഴുവനുണ്ട് ദുര്യോധനാണ്. അങ്ങനെ ആദതായികളെ പോലും കൊല്ലുന്ന പാപമാണ് എന്ന് ഭഗവാനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത്. അപ്പം ഏത് ഇത്തരത്തിൽ പാപം ചെയ്തവർ ആരാണ്? വിഷം കൊടുത്തവനും, ഭക്ഷണത്തിൽ വിഷം കൊടുത്തവനും, ഉറങ്ങുന്നവനെ വീടോടുകൂടി കത്തിച്ചവനും, വിലയ്ക്ക് വേണ്ടി ആയുധം പേര് നടക്കുന്നവനും, പരഭാര്യയെ അപഹരിച്ചവനും ഒക്കെ ആയിട്ടുള്ള ഈ ദോഷങ്ങൾ ചെയ്തവന്മാർ ജ്ഞാനവൃദ്ധന്മാരായാലും ഗുരുക്കന്മാരായാലും ബാലനായാലും 18 വയസ്സ് പൂർത്തിയായില്ലേ, സീനിയർ സിറ്റിസൺ ആയാലും ബഹുശാസ്ത്ര പണ്ഡിതൻ പത്മഭൂഷൺ വരെ കിട്ടിയവനായാലും ബ്രാഹ്മണൻ ആയാലും വേദം പഠിച്ചവനായാലും ഒന്നും ആലോചിക്കേണ്ട, വിചാരണ കൂടാതെ തന്നെ അയാളെ കൊല്ലാം. അത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആർക്കും ചെയ്യാവുന്ന പേപ്പട്ടി അടിച്ചു കൊല്ലുന്നത്. ഇതായിരുന്നു അന്നത്തെ ശിക്ഷയുടെ ഒരു രീതി കൂടിയാണ്. അപ്പം ധാർത്തരാഷ്ട്രന്മാരെ വധിക്കുന്നത് ശരിയല്ല എന്ന് അർജുനൻ ഇവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നു. ഇനി ഏതാനും ശ്ലോകങ്ങളിലൂടെ ഉള്ളൂ നമുക്ക് കടന്നു പോകാൻ. അതുകൂടെ കഴിയുമ്പോഴേക്കും നമുക്കറിയാം, ഇപ്പം ചാൾസ് വിൽക്കിംഗ് എന്ന് പറയുന്ന ഒരു സാഹിബ് ഇംഗ്ലീഷുകാരനാണ് ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അന്നത്തെ ഗവർണർ ജനറൽ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ അതിന് ആമുഖം എഴുതുമ്പോൾ ലോകത്തിലെ സമസ്ത നമ്മൾ നേടിയെടുത്ത സർവസമ്പത്തുകളും നശിച്ചു പോയാൽ ഈ ഭാരതീയ തത്വചിന്ത മനുഷ്യർക്ക് ഉള്ള കാലത്തോളം നിലനിൽക്കും എന്ന് അദ്ദേഹം ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ട് അവർക്ക് തന്നെ ഇത് മനസ്സിലാക്കി ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യങ്ങളെന്താണ്. അപ്പൊ ഇത് കുറച്ച് വേഗത്തിലാണ് പറഞ്ഞെങ്കിൽ ഈ 1-ാം അധ്യായം അടുത്ത ക്ലാസ്സോടുകൂടി തീർക്കണമെന്നുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായതുകൊണ്ടു ഞാനിന്ന് വേഗത്തിൽ പോയി. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇയാള് വൈൻഡപ്പ് ചെയ്യാണോ തോന്നിക്കളെ ചോദിക്കാം. നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യപാപങ്ങൾ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക്, അതായത് ഈ കർമ്മ ഫലം അധർമ്മമാണ് എങ്കിൽ അതിനൊരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. ധർമ്മമാണെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട്. ആ പോസിറ്റീവ് റിസൾട്ടുകളൊക്കെ പുണ്യമായിട്ടും ഈ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളെല്ലാം പാപമായിട്ടും പരിഗണിക്കപ്പെടും. അപ്പൊ പാപം, അധർമ്മം ചെയ്തത് കൊണ്ട് അയാൾക്ക് പാപം
ആ പാപം എന്ന് പറയുന്നത് ഇനി അയാൾക്ക് പുണ്യമായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ട് റീബർത്തിന് കാരണമാകാവുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പാപങ്ങളുടെ ഒരു സഞ്ചയമാണ്. അതിന്റെ ഗ്രൂപ്പ് ഓഫ് പാപങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് മറ്റ് ജന്മങ്ങൾ ഉണ്ടാകുന്നത്. പുണ്യവും പാപവും ഈക്വലായിട്ട് നിൽക്കുന്ന സമയത്താണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഇതൊരു ഭാരതീയ ഫിലോസഫിയുടെ ഒരു ബേസിക് ഭാവം കൂടിയാണ്. അതുകൊണ്ടാണ് ജന്തുവിനാൽ നരജന്മ ദുർലഭം എന്ന് പറയുന്നത്. ജന്തുക്കളുടെ കൂടെ മനുഷ്യനായിട്ട് ജനിക്കണമെങ്കിൽ റെയർ ഓപ്പർച്യൂണിറ്റി. ആ റെയർ ഓപ്പർച്യൂണിറ്റി തരുന്നത് നമുക്ക് 50% അല്ലെങ്കിൽ അതിന്റെ താഴെയായിരിക്കും പാപം. ആ പാപത്തെ കൂടെ ഇല്ലാതാക്കി ഞാൻ 100%ഉം പുണ്യം പ്യൂരിഫൈ. ആ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഈ നോളജ് അറ്റൈൻ ചെയ്യുക. അൾട്ടിമേറ്റ് നോളജ് ആണ് എന്റെ യഥാർത്ഥം. അത് ആത്മസാക്ഷാത്കാരമാണ്, ജീവൻ മുക്തിയാണ്. അത് വരുമ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു സെക്കൻഡ് പേഴ്സൺ ഇല്ല, അതീതമാണ്, രണ്ടാമതൊരാൾ. അത് അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ പുണ്യഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന ഒന്നുമില്ല. ഒരു ലെവൽ വെച്ച് നമ്മൾ അങ്ങനെ പറയുന്നു. ബട്ട് ദ ധർമ്മിക് വേ, അതാണ് നമ്മളെ ഈ ഗീത നമ്മളോട് പറഞ്ഞു തരുന്നു. അതാണ് ഒരു ഡെസിഗ്നേറ്റഡ് പാത്ത്. അതേ ധർമ്മത്തിന്റെ ഏതൊന്നാണോ നമ്മളെ അൾട്ടിമേറ്റ് ഈ നോളജ് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതിന്റെ പേര് ധർമ്മം. ഏതൊന്നാണോ ഈ അൾട്ടിമേറ്റ് നോളജിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന റിവേഴ്സ് മോഡിലേക്ക് കൊണ്ടുപോകുന്നത്, അത് ഈ അധർമ്മം. ഓക്കെ, ഇനി ഇന്നിപ്പോ നമ്മൾ എത്ര പേരുണ്ട്? ഇന്ന് 29 പേരുണ്ടായിരുന്നു, ഇപ്പൊ 24 പേര്. രണ്ടുപേരെ അധികം കൂട്ടിക്കൊള്ളു. വീട്ടില് അമ്മയും അനിയത്തിയും കേൾക്കുന്നുണ്ട്. ഒളിഞ്ഞിരുന്ന് ഞാൻ മൈനാപ്പിളുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കാണ്. അടുത്ത ആഴ്ച മുതൽ പരസ്യമായിട്ട് വരും. ഞാൻ ഗ്രൂപ്പ് കൊടുക്കാം, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, അനിയത്തി ആഡ് ചെയ്യാം. ഒരു ചോദ്യം, ഈ മെഡിറ്റേഷൻ എന്ന് സാർ പറയുന്നത്, മെഡിറ്റേഷനും പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് ഒന്ന് എലാബറേറ്റ്. പ്രേയർ എന്ന് പറയുമ്പോഴേ നമ്മളാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഹിയർ ചെയ്യുന്ന ഈശ്വരൻ എന്ന് പറയും, ദൈവം അത് കേൾക്കുന്നു എന്ന്. ഇത് വാസ്തവത്തിൽ ഇത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഈ പറയുന്നത്. മെഡിറ്റേഷനില് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷെ എനിക്ക് കേൾക്കാം. എൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാവുന്ന തരത്തിലേക്ക് ഞാൻ എൻ്റെ മെഡിറ്റേഷന്റെ ലെവലിനെ അപ്ഗ്രേഡ് ചെയ്തു. അത് അവസ്ഥയുടെ പേര്. അതായത് ഈശ്വരൻ സംസാരിക്കുന്നു പറഞ്ഞാൽ ഈ അന്ധകരണത്തിൽ നിന്നും വരുന്ന ചില വോയിസുകളാണ്, ശബ്ദമാണ്. അതാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളെ റൈറ്റ് പാത്തിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഇന്നർ വോയിസ് ആണ്, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദമാണ് നമ്മളെ ശരിക്കും നയിക്കുന്നത്. പുറമേ നിന്നൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടാൻ സാധ്യതയില്ല. ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ കാണുന്ന പലതും നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമല്ല, കാരണം അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന വസ്തുക്കളല്ല നാളെ കാണും. ഇന്ന് ഞാൻ വളരെ പീസ്ഫുൾ ആണെങ്കിൽ എൻ്റെ വീട്ടിലെ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും എനിക്ക് ഹൃദ്യമാണ്. ഞാൻ ഇന്ന് ആകെ ഡള്ളാണെങ്കിൽ അതൊക്കെ എനിക്ക് വിരസമാണ്. കാരണം ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ് സെറ്റ്, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഇതൊരു പീസ് ഓഫ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് ദ റിയൽ വാട്ട് ആക്ച്വലി ഞാൻ എന്താണ് ശരിക്കും അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥയാണ് ഈ മെഡിറ്റേഷൻ സാധിക്കും. അത് ഒറ്റയടിക്കല്ല സാധിക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഗ്രാജുവലിയാണ്, അത് അറ്റൈനബിൾ ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബട്ട് വി ഹാവ് ടു ഡു സം ഒരു എക്സസൈസ് ഉണ്ട്. അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ടാണ് പോകുന്നത്.
തിരിച്ചുള്ളതാണെങ്കിൽ ഈ പ്രാർത്ഥിച്ച് ഇതാരെ ഏൽപ്പിക്കുന്ന പോലെയാണ്. നമ്മുടെ ഒരു പ്രാകൃത ഭക്തി ഇതെല്ലാം ദൈവത്തിനെ ഏൽപ്പിക്കുന്ന പോലെ. അങ്ങനെ ദൈവത്തെ അങ്ങനെ ഏൽപ്പിക്കത്തക്കണം, അങ്ങനെയാണോ ദൈവത്തിന്റെ സങ്കല്പം എന്നുള്ളത് നമ്മള് ഗീത പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ശരിക്കും 100%ഉം എക്വിപ്ഡാണ്. നമുക്ക് പുറത്തുനിന്ന് ഒന്നും തേടേണ്ടതായിട്ടില്ല. നമ്മുടെ അൺലിമിറ്റഡ് പവറാണ് നമ്മുടെ ഇതിലുള്ളത്. നമുക്ക് ഫ്രീഡം ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ വിശ്വത്തോളം, ഈ യൂണിവേഴ്സോളം, അല്ലെങ്കിൽ എനിക്ക് സങ്കല്പിക്കാവുന്ന വിധാനത്തിലേക്ക് വളരാൻ കഴിയും. തിരിച്ച് ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ വളരെ ലിമിറ്റഡ് പേഴ്സൺ ആയിട്ടും ഒരു ഹാൻഡിക്യാപ്ഡ് ആവും. അപ്പൊ എനിക്ക് ആരുടെ സഹായം വേണ്ടി വരും എന്ന് തോന്നുക. ഇതൊരു അർജുനെ പോലത്തെ ഒരു ഗൂഢ സങ്കല്പത്തിൽ പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രമേണ മെഡിറ്റേഷന്റെ അവസ്ഥയിലേക്ക് പോകണം. അങ്ങനെ പോകാൻ ഈ പ്രാർത്ഥന ആദ്യത്തെ സ്റ്റേജിൽ സഹായിക്കും. ആ പ്രാർത്ഥനയും സഗുണോപാസനയിലും കൂടെ വന്ന് നിർഗുണോപാസനയിൽ വന്ന് വേണം നമ്മൾ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയൽ ഐ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് എന്റെ മാർഗം. പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗഹനമായിട്ട് അതിൽ വരുന്നുണ്ട്. അന്നേരം കൂടുതൽ പഠിക്കാം. അപ്പൊ ഇന്ന് വളരെ നീണ്ടുപോയിരിക്കുന്നു. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥനയും മെഡിറ്റേഷൻ രണ്ടും ഓപ്പോസിറ്റ് അല്ലേ സാറേ? ശരിക്കും പ്രാർത്ഥന എന്ന് പറയുമ്പോ നമ്മളൊരു എക്സ്റ്റേണലി ഒരു അന്യഭക്തി, ഞാൻ ഈശ്വരനും ഞാനും രണ്ടാണെന്നുള്ളതും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതായിട്ട്. അതേസമയത്ത് ഈശ്വരൻ എന്നിനുള്ളിലാണ്, ഞാൻ ഈശ്വരനോട്ട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് മെഡിറ്റേഷൻ. ഈ ദ്വന്ദ്ഭാവം അജ്ഞാനത്തിൻ്റെതാണ്. ദ്വന്ദ്ഭാവം ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ രണ്ടൽ വരെ മിണ്ടാവതല്ല മമ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നായിരുന്നു, ആക്ച്വലി ഒന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് മിഥ്യാബോധം കൊണ്ട് ഞാൻ വേറെ. ഇവിടെ ഇപ്പൊ അർജുനും വിഷാദം അർജുന് വന്നതും ഇതുകൊണ്ടാണ്, വേറെ വേറെ എന്ന് തോന്നിയത് കൊണ്ടാണ്. അത് ആ പ്രാർത്ഥന കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നെ എന്ന് പറഞ്ഞ എന്താണ്? ആ എന്നെ എന്നുള്ള വാക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലെത്താം. പക്ഷെ നമ്മളൊരു ഡ്യുവൽ നേച്ചറിൽ നിന്നുകൊണ്ട് ഭഗവാൻ വേറെ ഞാൻ എന്ന് സങ്കല്പിക്കുന്നു. ഞാൻ പറയുന്ന അനുസരിച്ച് അദ്ദേഹം എന്തോ തരുന്നു എന്ന് ധരിക്കുന്നു. ബട്ട് അങ്ങനെയല്ല എന്ന് നമ്മൾ തത്വം പഠിച്ചാണ് മനസ്സിലാവുന്നത്. മെഡിറ്റേഷൻ സാറ് പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷനിലാണ് ദി വൺ എന്നുള്ളത് വൺ ആൻഡ് ഓൺലി വൺ എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ. അതിലേക്ക് കൊണ്ടുപോകുന്ന മെഡിറ്റേഷൻ. തൽക്കാലം പ്രാർത്ഥനയിൽ തുടങ്ങണം. കാരണം ഒരാൾ ക്ഷേത്രത്തിൽ പോവുകയും സഗുണോപാസകനായി മാറുകയും അങ്ങനെ ക്രമേണ അയാൾ എഡ്യൂക്കേറ്റ് ചെയ്ത് വരണം. അല്ലാതെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ജനിച്ച് ക്ഷേത്രത്തിൽ മരിക്കരുത്. ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ഈ ക്ഷേത്രം ഈ ശരീരമാണ് എന്ന് ഇതിനകത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ശരീരം, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അതിൽ ഞാൻ ആ ശ്രീകോവിൽ കണ്ടത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം. അവസാനം അത് ഞാൻ തന്നെയാണ് എന്ന് അറിയുന്ന തലത്തിലേക്ക് അത് സഹായിക്കുന്നത് മെഡിറ്റേഷൻ ആണ്. പക്ഷെ പ്രാഥമിക തലത്തിൽ ഈ പ്രയർ സഹായിക്കും. പക്ഷെ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഒരു 15 മിനിറ്റ് സൈലന്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ചില വൈബ്രേഷൻസ് ഫീൽ ചെയ്യാം. ഇനി എന്തെങ്കിലും? നമസ്കാരം സാറേ. ഈ അന്ധക്കരണം എന്ന് വെച്ചാൽ എന്താ സാറേ? സാറ് കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞല്ലോ അന്ധക്കരണം. എനിക്ക് വേണ്ട മീനിങ് അറിയില്ല. അനൂപ? അല്ല സാർ, എന്റെ പേര് അമോഘ്. അന്ധക്കരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അന്ധം എന്നുള്ള വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ പുറമേ ഉള്ള ഒന്ന്, ഈ പുറമേ ഉള്ള ഭൗതിക ലോകം, എന്റെ ഉള്ളിലുള്ള അന്ധക്കരണം.
ഈ അന്ധക്കരണം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരം, ഈ ശരീരത്തിനുള്ളിൽ, ഈ സ്ഥൂല ശരീരത്തിനകത്ത് ഒരു സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിൽ അത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങള്, അതുപോലെ തന്നെ 5 പ്രാണന്, മനസ്സ്, ബുദ്ധി എല്ലാം ചേർന്നിട്ടുള്ള ഒരു 17 എണ്ണമെങ്കിലും മിനിമം, എണ്ണത്തിലൊക്കെ ഇനി വേണേ കൂട്ടാം. ഇതോടുകൂടി എനിക്കൊരു തലം ഉള്ളിലുണ്ട്. ആ തലത്തിലാണ് ഈ പരമാത്മ ചൈതന്യത്തെ അവിടെ ഒരു നിഴലായിട്ട് പ്രതിഫലിച്ച് കാണിക്കുന്നത്. അതിലാണ് ഈ ജീവൻ എന്ന രൂപത്തിൽ എനിക്ക് ജീവാത്മാവിനെ ഞാൻ ജീവൻ ജീവൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രകാശിക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ നിഴലിനെയാണ്. യഥാർത്ഥത്തിൽ അതൊരു നിഴൽ മാത്രമാണ്, ഉള്ളത് ഈ പരമാത്മ ചൈതന്യവുമാണ്. പക്ഷെ ഈ അന്ധകരണത്തിലാണ് ഇത് പ്രതിഫലിച്ച് ആ അന്ധകരണം നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രതിഫലനം അങ്ങനെ തന്നെ. ഇത് ക്രമേണ ഈ അന്ധകരണത്തിലുള്ള അതിനെ നിലനിർത്തിയിരിക്കുന്ന പല കാര്യങ്ങളെ നമുക്കറിയാം. അതിനെ എലിമിനേറ്റ് ചെയ്ത് വേണം നമുക്ക് ഈ അന്ധകരണം ഇല്ലാതായാൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും പരമാത്മ ചൈതന്യം ആണ് എന്ന് നമ്മൾ അനുഭവം കൊണ്ട് തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ ഇപ്പൊ ബുദ്ധിയിൽ ഈ ആത്മചൈതന്യം പ്രകാശിക്കുന്നു എന്ന് വിചാരിക്കാം, സങ്കല്പമായി. കൂടസ്ഥ ബ്രഹ്മം എന്നതിന് പറയും. അത് പ്രകാശിക്കുന്നു. അതിന്റെ പ്രകാശം പ്രതിഫലിക്കുന്നത് ഈ അന്ധകരണം. ആ അന്ധകരണം ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ജീവൻ എന്ന് പറഞ്ഞ് ഞാൻ വേറെ ആയിട്ട് നിൽക്കുന്നത്. യഥാർത്ഥം ഞാൻ വേറെ. സൂര്യന്റെ പ്രതിബിംബം വെളിയിലിരിക്കുന്ന നമ്മുടെ ഭൂമിയിലുള്ള ഒരു ചിരട്ടയ്ക്കകത്തുള്ള വെള്ളത്തിലും മലർന്നു കിടക്കുന്ന കക്കയിലെ വെള്ളത്തിലും ഒരു വലിയ ചെമ്പിനകത്തെ വെള്ളത്തിലും കുളത്തിലും കടലിലും ഒക്കെ കാണും. ഇത് ഒരേ സൂര്യന്റെ പ്രതിബിംബങ്ങളാണ്. അങ്ങനെ പ്രതിബിംബിക്കാൻ ഒരു ഇടമായിട്ട് നിൽക്കുന്നതാണ് ഈ അന്ധകരണം. ആ അന്ധകരണം ശുദ്ധി നേടുക എന്ന് വെച്ചാൽ ഇത്തരം വാസനകളൊക്കെ ഒഴിവായി ഞാൻ പ്യൂരിഫൈ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ്. അപ്പൊ ഈ അന്ധകരണം വൈകാരികമായൊരു തലവും പൂർവജന്മാർജിതമായ കാര്യങ്ങളും ഒക്കെ ചേർന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് 2-ാം അധ്യായത്തിൽ പഠിക്കും. അതിനുവേണ്ടി മാത്രം ഒരു ക്ലാസ് നമ്മൾ ഉപയോഗിക്കേണ്ടിയും വരും. കാരണം അത്രയ്ക്ക് വിശാലമായ ശാസ്ത്രീയമായ ഒരു കാര്യം കൂടിയാണ്. തൽക്കാലം ഇത്രയെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നീട് നമുക്ക് ഈ ക്ലാസ് ഈ അർജുന വിഷാദ യോഗം കഴിഞ്ഞിട്ടേ സാഖ്യയോഗത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഞാൻ ആരാണെന്നും ഈ ഈശ്വരനുമായിട്ടുള്ള ബന്ധവും അപ്പൊ അതിനകത്തിലല്ല ഈ അന്ധകരണവും കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് ഒന്ന് അറിഞ്ഞിരുന്നാൽ സാഖ്യയോഗത്തിന് വളരെ ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് ഈ 1-ാം അർജുന വിഷാദ യോഗം തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ 1-ഓ 2-ഓ 3-ഓ ക്ലാസ്സുകൾ ഈ പറഞ്ഞ ഈ ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളായിട്ട് നമുക്ക് ഒരു ഡിസ്കഷനില് ഞാനൊരു 15 മിനിറ്റോ 20 മിനിറ്റോ പറഞ്ഞിട്ട് ബാക്കി സമയം നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ശരിക്കും അത് തറവായിട്ട് വേണം അവർ പറഞ്ഞ പോലെ 2-ാം അധ്യായം പഠിക്കാൻ. അല്ലെങ്കിൽ അതിനകത്ത് പല വാക്കുകളുടെയും നമുക്ക് പിടികിട്ടാതെ വരാൻ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പൊ വളരെ ദീർഘിച്ചു പോകുന്നു. പക്ഷെ വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ കൂടുതൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സംശയങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വല്ലാതെ നീണ്ടുപോയാൽ ചിലരെങ്കിലും ലെഫ്റ്റായി പോകും. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര മിനിറ്റിനകത്ത് നിർത്താം. അപ്പൊ അടുത്ത ശനിയാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.